നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഓണാഘോഷത്തിനായിട്ട് എല്ലാവരും അനന്തപുരിയിൽ എത്തുകയൊക്കെ ചെയ്തെങ്കിലും അഭി ചില കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ, അനഘയെ ഇല്ലാതാക്കാൻ. അതെല്ലാം നമ്മുടെ നവ്യ കണ്ടെത്തുകയും പൊളിച്ചടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് അഭി എല്ലാം കൊണ്ടും അങ്ങ് മടുക്കുകയാണ്. എങ്ങനായാലും ചന്തുമോളെ അനഘയെ ഇല്ലാതെ ചെയ്തില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കുക. പല പ്ലാനുകൾ ഇട്ടിട്ട് ഒന്നും നടക്കാതെ പോകുമ്പോൾ പിന്നെയും കാത്തിരിക്കുക അഭി. ഇതെല്ലാം നവ്യോട് കൂടി പറയാതെ ചെയ്യാമെന്ന് വിചാരിക്കാം. എന്തായാലും കത്തിക്കൊണ്ട് അവളെ പോയി കുത്തി കൊല്ലുവോ അല്ലെങ്കിൽ തലേണ വെച്ച് അമ്മയ്ക്ക് ശ്വാസം മുട്ടിച്ച് കൊല്ലുവോ എന്തെങ്കിലും ചെയ്യണമെന്ന് അഭി അങ്ങ് വിചാരിക്കുക. അതിനായിട്ട് അഭി നവ്യ പോലും അറിയാതെ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അനഘയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അന്നൊരു ട്രാപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ നയനെ അവിടുന്ന് മാറ്റിക്കിടത്തുന്നുണ്ട് നവ്യ പുറകെ ചെല്ലുകയാണ് അഭിയുടെ. നല്ല ഇരുട്ടാണ് കേട്ടോ. അബിയുടെ പുറകെ ചെന്ന് ഒരു വലിയൊരു തടിക്കഷ്ണം എടുത്തിട്ട് അതിന് തലയ്ക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നൊക്കെയുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യയോട് അബി പറയാണ്, എടീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല കേട്ടോ. ആ നയന നിൻ്റെ അനിയത്തി അവളുടെ കൂടെ തന്നെ കിടക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ അവളെ എങ്ങാനും രായ്ക്ക് രായ്മാനെ ഇല്ലായ്മ ചെയ്തേനെ എന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ പറയാ, അതെ അവൾക്ക് ഭയങ്കര ശുഷ്കാന്തിയാ. അത് ആദർശേട്ടനും അവളും കൂടിയാണല്ലോ ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇവളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതും. അതുകൊണ്ട് അവർക്കത് താല്പര്യമൊക്കെ കാണും, അതായിരിക്കും അവരവിടെ കിടക്കുന്നത് എന്ന് പറയാണ്. അവൾ കാരണം ഒരു രക്ഷയില്ലല്ലോടി, എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് ഇല്ലായ്മ ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്നുമില്ല. ആ കൊച്ചുണ്ടല്ലോ ചന്തുമോള്, അവളെ അവിടുന്ന് മാറ്റി കിടത്തിയിരിക്കുക, വല്യമ്മയുടെ മുറിയിലോട്ടോ മറ്റോ മാറ്റി കിടത്തിയിരിക്കുന്നതെന്ന് പറയാണ്. അപ്പം നവ്യ പറയാം, അതെ അനഘയില്ലാതായാലും ആ പെങ്കൊച്ചുണ്ടല്ലോ അത് ഇവിടെ തന്നെ വളരുമല്ലോ, ഇവിടുത്തെ സ്വത്തിൻ്റെ ഒരു വീതം അവക്കും അങ്ങ് പോകും എന്ന് പറയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, എന്തൊരു നാണക്കേടാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആദർശിൻ്റെ അവിഹിതത്തിലുള്ള സന്തതിയെയും ഭാര്യയെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ നയനയ്ക്കൊന്നും ഇത്ര ഉളുപ്പില്ലാതെ പോയല്ലോ, നിൻ്റെ അനുജത്തി എന്താടി ഇങ്ങനെ ആയിപ്പോയതെന്ന് ചോദിക്കാം. അപ്പം നവ്യ പറയാ, അതേന്നേ അവൾ അങ്ങനെയായിപ്പോയി, അവളൊരു നന്മമരം കളിയാ, മനസ്സിലൊന്നും അതൊന്നുമില്ല. ആദർശേട്ടൻ്റെ സ്വത്തൊക്കെ കണ്ണി കണ്ട് തന്നെ അവൾ ആദർശേട്ടൻ്റെ കൂടെ കൂടിയത്. അല്ലെ നമുക്കറിയാവുന്നതല്ലേ എന്തെല്ലാം പ്രശ്നങ്ങൾ ആദർശേട്ടനുമായിട്ട് ഉണ്ടായിട്ടുണ്ട്, വല്യമ്മയായിട്ടുണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവൾ അനന്തപുരി വിട്ടുപോകാനൊന്നും കൂട്ടാക്കിയില്ലല്ലോ. അവൾ സ്വത്ത് നോക്കി തന്നെ നിൽക്കുന്നതാ. ഇനിയിപ്പം ഇവളും കൂടെ ആ സ്വത്തിനാ വന്നിരിക്കുന്നതെന്ന് ആ പൊട്ടിക്ക് അറിയാതെ പോയല്ലോ എന്ന് പറയാം. അപ്പം അബി പറയാ, അതെ അവൾ അറിയാതെയാണോ ഇനി അനഘയുടെ കൂടെയൊക്കെ അവൾ കിടക്കുന്നത്, അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഒന്നും അറിയില്ലല്ലോ. അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ നയന ശ്രമിക്കുള്ളൂ, ഇല്ല ഈ സ്വത്ത് മുഴുവൻ അങ്ങ് പോവില്ലേ എന്ന് ചോദിക്കാം. അപ്പം നവ്യം പറയാ, ശരിയാ നീ പറഞ്ഞത് ശരിയാ, അവൾക്ക് അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ല പിന്നെ ഇത്രയും ഇവിടെ കൊണ്ടുവന്ന് അനഘയെ കൊച്ചിനെ താമസിപ്പിക്കുമോ, ആദർശേട്ടൻ്റെ സ്വത്തിൻ്റെ വീതം അങ്ങോട്ട് പോവില്ലേ. അവൾ സ്വത്തിന് നോക്കി തന്നെ ആദർശേട്ടനെ കെട്ടി കൂടെ ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പം അത് നഷ്ടപ്പെടുത്താനായിട്ട് അവൾ ആഗ്രഹിക്കുമോ? പക്ഷേ എന്തോ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയാം. അപ്പം അഭി പറയുന്നുണ്ട്, ശരിയാ അവളെ അങ്ങ് ഇല്ലാതാക്കണം, അവളെ ഇല്ലാതാക്കിയിട്ട് ആ കുറ്റം ആദർശിൻ്റെയും നയനയുടെയും തലയിൽ തന്നെ വന്ന് വീഴുള്ളൂ, അത് ഉറപ്പാണെന്ന് പറയാം. അപ്പം നവി ചോദിക്കുക, അതെങ്ങനെയാണ് അവരുടെ തലയിൽ വീഴുന്നത്, നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് കേസാവും, അന്വേഷണം വരും, നിൻ്റെ തലയിൽ തന്നെയല്ലേ വീഴുള്ളൂ എന്ന് ചോദിക്കാം. അപ്പം അഭി പറയുന്നുണ്ട്, എൻ്റെ തലയിൽ എങ്ങനെ വീഴാനാ, അവിടെ എങ്ങനെ CCTV ഒന്നുമില്ല, ഞാനാണെങ്കിൽ റൂമിൽ പോയി അവളെ എന്തെങ്കിലും ചെയ്തങ്ങ് കൊല്ലാം, നമ്മുടെ കുടുംബത്തിൻ്റെ നാണക്കേടങ്ങ് തീരുമല്ലോ. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുറ്റം അങ്ങ് ആദർശിന് തലയിൽ വയ്ക്കാം. കാരണം അവനാണല്ലോ ഇവിടെ കൊണ്ടുവന്ന് അനഘയും കൊച്ചിനെയും താമസിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അനഘയെ ഉപദ്രവിച്ചതും അനഘയുടെ കൊച്ചിൻ്റെ അപ്പനും ഒക്കെ അവൻ തന്നെയാണല്ലോ. അപ്പോൾ സ്വത്തിൻ്റെ വീതം പോകാനും അവനുണ്ടാവുന്ന നാണക്കേട് തീരാനും വേണ്ടിയിട്ട് ആദർശും നയനയും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് അനഘയെ കൊണ്ടുവന്ന് കൊന്നതാണെന്ന് നമുക്ക് വരുത്തി തീർക്കാമെന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, ശരിയാ അത് നല്ലൊരു പ്ലാനാണ് കേട്ടോ, അങ്ങനെ വരുള്ളൂ, അല്ലാതെ നിനക്ക് കുറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയാം കേട്ടോ. എന്നിട്ട് അഭി അങ്ങ് പോവാണ്. പോകുമ്പം നവ്യ മനസ്സിൽ ആലോചിക്കുക, കൊള്ളാണം നിൻ്റെ പ്ലാൻ, നീ ഇതും ചെയ്യും ഇതിൻ്റെ അപ്പുറവും ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. നിനക്ക് അനഘയും കൊച്ചിനെയും കൊല്ലണം, അതിനു വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ സാധിച്ചു തരാടാ, ഉറപ്പായിട്ട് സാധിച്ചു തരാമെന്ന് പറയാം. അത് കഴിയുമ്പം വെളിയിലോട്ട് ഇറങ്ങുമ്പം ജലജയെ കാണുകയാണ്. ജലജയെ കാണുമ്പം ജലജ അബിയോട് ചോദിക്കും, എന്താടാ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി പരുങ്ങി നീ നടക്കുന്നത്, എന്തെങ്കിലും ഒപ്പിക്കാനുള്ള ഭാവമാണോ? ആ അനഘയുടെ റൂമിലോട്ടാണല്ലോ നിൻ്റെ നോട്ടം. കഴിഞ്ഞ ദിവസം നിന്നെ ആ മുറിയിൽ നിന്ന് നയന പിടിച്ചതല്ലേടാ, പിന്നെ ഇനി എന്തിനാടാ അങ്ങോട്ട് കയറുന്നത്? ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം കേട്ടോ, അവിടെ കയറി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ച് നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പം കൂടെ വരാനും നിന്നെ കൂട്ടിക്കൊണ്ട് വരാനും ഒന്നും എന്നെ കിട്ടത്തില്ല. പുറകെ ഞാൻ വരികയില്ല. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിച്ചാൽ അത് നിനക്ക് കൊള്ളാം. അപ്പം അബി പറയാം, അല്ലേലും അമ്മ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല.
പിന്നെ ആരെയാടാ നീ പ്രതീക്ഷിക്കുന്നത്? നിന്റെ അച്ഛനെ ആയിരിക്കും അല്ലേ? ഓ, അങ്ങനെ കണ്ടുകൊണ്ടുള്ള ധൈര്യമായിരിക്കും നീ ഇപ്പം ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ. നാഗേന്ദ്രനുണ്ടെന്ന് വിചാരിച്ചിട്ടല്ലടാ നീ ഇപ്പം ഇതിനൊക്കെ മുതിരുന്നത്. ഒന്നും മിണ്ടാതിരിക്കാവോ അമ്മേ? സമാധാനം എന്ന് പറയുന്നതില്ല. അനഘയും കൊച്ചും ഇവിടുന്ന് പോയാലേ എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടുള്ളൂ. അപ്പം ജലജ പറയേ, ചെയ്ത് കൂട്ടിയതിൻ്റെയൊക്കെ അല്ലേ? നിന്റെ കൊച്ചല്ലേടാ ആ കൊച്ച്. എന്നിട്ട് നീ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആദർശിൻ്റെ ആണെന്ന്. എന്നിട്ടിപ്പോൾ അവരിവിടുന്ന് പോയാലേ നിനക്ക് സമാധാനം കിട്ടുള്ളെന്ന്. കാണാം കാണാം, എന്തായാലും കളി കാണാം. അല്ല അമ്മ ഇപ്പം എന്തിനാ എൻ്റെ എതിരെ തിരിയുന്നത്? ഞാൻ അച്ഛനെ കാണാൻ പോയെന്നുള്ളത് കൊണ്ടാണോ? ഞാനിപ്പോൾ അച്ഛനെ കാണാൻ പോകുന്നില്ലെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാമല്ലോ. എടാ, എനിക്ക് നിന്നെ ഒരു വിശ്വാസവും ഇല്ല. നീ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഞാൻ അതിനെല്ലാം കൂട്ടു നിന്നിട്ടേ ഉള്ളൂ, എല്ലാ കാര്യത്തിനും. ദേ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ അനഘയും ചന്തുമോളെ ഉപദ്രവിച്ച് ഈ ഒരു അവസ്ഥയിലാക്കി നീ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടും നിനക്കെതിരെ ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോഴും വേണമെങ്കിൽ നിന്റെ ചേരി തിരിഞ്ഞ് നിന്റെ ഭാര്യയോട് ഈ വിവരങ്ങളും സത്യങ്ങളും എല്ലാം വിളിച്ചു പറയാം. എന്തുകൊണ്ടാടാ ഞാൻ പറയാത്തത്? നിനക്ക് എല്ലാ തോന്നിയസത്തിനും ഞാൻ കൂട്ടുനിന്ന് വന്നിട്ടുണ്ട്. നേരത്തെ മുതൽ നീ ഇതുപോലെ ഓരോന്ന് ഒപ്പിച്ചുകൊണ്ട് വരുമ്പോഴും ഈ വീട്ടിലുള്ള എല്ലാവരും അതൊക്കെ എതിർക്കുമ്പോഴും ഞാൻ നിന്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ ദേ, നിന്റെ അപ്പനെ കാണാൻ നീ എന്നോട്ട് പോകുന്നു. ആ നിമിഷം മുതൽ ഞാൻ നിനക്കിനി കൂട്ടു നിൽക്കില്ല എന്ന് തീരുമാനിച്ചു. എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ അച്ഛനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഗുണം എനിക്ക് കിട്ടുമെന്ന് കണ്ടിട്ടല്ലേ വെറുതെ അങ്ങനെ ഒരാളെ പോവോ? അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോവോ? വളരെ ചെറുപ്പത്തിലെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ. ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല അങ്ങേര്. അങ്ങനെ ഒരുത്തനെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഞാൻ പോവില്ല. പിന്നെ പോയെങ്കിൽ അത് നമുക്ക് ഗുണമുള്ള കാര്യം തന്നെയാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഇന്ന് അങ്ങേരുടെ കയ്യിലുണ്ട്. അത് കുറച്ച് നമുക്ക് കിട്ടിയ കഴിക്കൂ. അപ്പം ജലജ പറയാ, എടാ, ആ സ്വത്തിൻ്റെ ഒരംശം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്വത്ത് കിട്ടാൻ വേണ്ടി അയാളോട് കൂട്ടുകൂടാൻ നീ പോകുന്നത് ഞാൻ സമ്മതിച്ചും തരികയല്ല. വേറെ എല്ലാ തോന്നിയാസത്തിനും കൂട്ടു നിൽക്കുന്നുണ്ട്, പക്ഷെ ഇതിന് ഞാൻ നിൽക്കില്ല എന്ന് പറയാം. അപ്പം അബി എടുത്തടിച്ച പോലെ ജലജയോട് ചോദിക്കുക, അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? അപ്പം ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അമ്മയുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള തെറ്റുണ്ട്. അതുകൊണ്ടല്ലേ അമ്മ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ സ്വത്ത്, പണം, സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ വീഴുന്ന അമ്മയാണല്ലോ. ഇപ്പം എന്തുകൊണ്ടാ അച്ഛൻ്റെ ഒപ്പം നിൽക്കാത്തത്? കോടീശ്വരനായി അച്ഛനൊപ്പം നിന്നാ നമുക്കും കോടീശ്വരനായിട്ട് കഴിയാമല്ലേ? ഇവിടെ ഇങ്ങനെ ആട്ടും തുപ്പുമൊക്കെ കേട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ? എടാ, ഞാൻ പറഞ്ഞു നിന്നോട്, ഇനി എന്നോട് അതിനെക്കുറിച്ച് ഒരക്ഷരം നീ ചോദിച്ചുകൊണ്ട് വരരുത്. ആഹാ, അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണമൊക്കെ അങ്ങ് നടത്തും. അമ്മയ്ക്കും അതുപോലെ ഇളയച്ചനും ഇളമയ്ക്കൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. അന്ന് ഇളയച്ചൻ എൻ്റെ കാരണത്തിനാണ് തല്ലിയത്. ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് കണ്ടെന്നും പറഞ്ഞ്. അയാൾ അത്രയ്ക്കങ്ങ് രോഷാകുലൻ്റെ ആകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം അയാൾക്ക് നല്ല മാറ്റമുണ്ട്. എൻ്റെ അച്ഛനോട് മാത്രം അയാൾക്ക് എന്താ ഇത്ര ദേഷ്യം എന്നുള്ളത് എനിക്കറിയണമല്ലോ. നിങ്ങളെല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ വല്യമ്മയ്ക്കും വലിയച്ഛനും ഒന്നും ഇല്ലാത്ത ഒരു എതിർപ്പ് നിങ്ങൾക്ക് 3 പേർക്കും ഉണ്ട് എൻ്റെ അച്ഛനോട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചതച്ച് ഇവിടുന്ന് നിങ്ങളെല്ലാവരും കൂടി ആയിരിക്കും പുറത്താക്കിയത്. ജലജ, മിണ്ടരുത് കേട്ടോ. നീ ഇനി ഒരക്ഷരം പറയരുത്. നിൻ്റെ അച്ഛൻ, എനിക്ക് ആ വാക്ക് കേൾക്കുന്നതേ ദേഷ്യമാണ് എന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ട് പോന്നു. പോകുമ്പോഴേക്കും അബി അവിടെ നിൽക്കുക. അബി അന്നേരത്തേക്കും ആലോചിക്കുകയാണ്, ഇതിലെന്തോ കാര്യമുണ്ട്. സത്യം പറഞ്ഞ അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ പറയുന്നില്ല. ചില ചതിയുടെയൊക്കെ കഥകളൊക്കെ പറഞ്ഞെങ്കിലും അത് അമ്മ ചതിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ റോള്, ഇളയച്ഛൻ്റെ ഇളയമ്മയുടെ റോൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഇളയമ്മയ്ക്കും ഇളയച്ഛനും ആദർശിനോടൊക്കെ നല്ല ദേഷ്യമുണ്ട്. ആദർശ് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ എന്തോ തക്കതായ സംഭവം അന്ന് ഈ അനന്തപുരി നടന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും തലവേദന. മനുഷ്യനൊന്ന് സമാധാനത്തോടെ ജീവിക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കല്ല. കോടികളുടെ സ്വത്തുമായിട്ട് അച്ഛൻ വന്നപ്പം അവിടെ അമ്മയോടൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ആ ആദർശം നയനയും കൂടെ എന്നെ എരിപിരി കയറ്റാൻ വേണ്ടിയിട്ടാണ് അവളെ കൊച്ചിനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ എങ്ങനെ ഞാനങ്ങ് സഹിക്കും എന്നൊക്കെ പറഞ്ഞ് അബി നടക്കുക. ജലജയ്ക്കാണെങ്കിൽ അതിലും ടെൻഷനാട്ടോ. ജലജ ഇങ്ങനെ പെരുകു പോലെ പോയി വരാന്തയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് അജയൻ്റെ മുറിയിലേക്ക് പോവുക. അജയൻ്റെ മുറിയിൽ ചെന്ന് അജയേട്ടാ അജയേട്ടാ എന്ന് വിളിക്കുക. അപ്പോൾ അജയനും ജാനകിയും കൂടെ വന്ന് വാതിൽ തുറക്കുക. അന്നേരം അജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ജലജ നീ ഈ സമയത്ത് എന്തിനാ വന്ന് വിളിച്ചേ എന്ന് ചോദിക്കുക. അജയേട്ടാ, എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. എന്താ നിനക്കിപ്പോൾ സ്വസ്ഥത കുറവെന്ന് അജയൻ ചോദിക്കുക. അപ്പം ഉടനെ ജലജ പറയുക, അതെ അജയേട്ടാ, എനിക്ക് അജയനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ നാഗേന്ദ്രൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് സ്വസ്ഥത കുറവ്. അബിയും ദേ ഇപ്പം അയാളുടെ പുറകെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വയ്ക്കുമോ എന്നുള്ളൊരു പേടി അതെൻ്റെ മനസ്സിലുണ്ട് അജയേട്ടാന്ന് പറയാം. അപ്പം ജാനകിയും പറയുക, ശരിയാ, എനിക്കും അങ്ങ് ടെൻഷനൊക്കെ ഉണ്ട്. അബി അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോൾ ദേ ആദർശം നയനയും കൂടെ നാഗേന്ദ്രൻ്റെ പുറകെ നടന്നിരിക്കുന്നത്. ആദർശ് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ നാഗേന്ദ്രൻ്റെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതിൽ എന്ന്.
അപ്പം ജലജയും പറയാം, ശരിയാ, എന്താ ഇനിയിപ്പോൾ അജയേട്ടാ ചെയ്യാമെന്നറിയില്ല എന്ന് പറയുമ്പം മാറി നിന്ന് സംസാരിക്കുക ജലജയും അജയനും കൂടെ. അപ്പം അജയൻ പറയുന്നുണ്ട്, അന്നത്തെ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയാണ്, നമ്മളാണ് അന്ന് ഇങ്ങനൊരു ചതി നാഗേന്ദ്രനോട് ചെയ്തതെന്ന് അച്ഛൻ അറിഞ്ഞ പിന്നെ നമ്മളെ ജീവനോട് കൂടെ വച്ചേക്കുകയല്ല, എന്നെയും ജാനകിയൊക്കെ ഇവിടുന്ന് പുറത്താക്കും എന്ന് പറയാം. അപ്പം ജലജ പറയുന്നുണ്ട്, അതെ അത് ശരിയാണ്, അച്ഛൻ അങ്ങനെ പെരുമാറും. മാത്രമല്ല നാഗേന്ദ്രൻ തിരിച്ച് കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും എന്നറിയത്തില്ല അവസ്ഥ. അബി എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ എന്താവും എന്നറിയില്ല. നാഗേന്ദ്രൻ ഇതുവരെ സത്യങ്ങളൊന്നും അബിയോട് പറഞ്ഞിട്ടില്ല. ഇനി ഇവൻ കൂട്ടുകൂടി നാഗേന്ദ്രൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അയാളുള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞാൽ അബി ആ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കാനേ പറ്റില്ല, ഞാൻ മരിക്കുന്ന തന്നെ ആയിരിക്കും നല്ലതെന്നൊക്കെ ഇങ്ങനെ ജലജ പറയാണ്. അപ്പം നമ്മുടെ അജയൻ ആശ്വസിപ്പിക്കുകയാണ്, ഇല്ല ജലജ, അവനറിയില്ല, അവൻ നാഗേന്ദ്രനെ കാണാൻ ഇനി പോവില്ല, നമ്മൾ അതിന് അവനെ അനുവദിക്കില്ല, അവൻ്റെ ഒപ്പം തന്നെ നമ്മൾ നിൽക്കുകയും ചെയ്യും. ആദർശാണെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും അന്വേഷിച്ചു പോകാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അജയൻ പറയാം. അങ്ങനെ അവർ ഈ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ദേവയാനി കേൾക്കുക കേട്ടോ. ദേവയാനി ആ വഴി വെള്ളം എടുക്കാനായിട്ട് പോയതാണ്. വെള്ളം എടുക്കാൻ മാത്രമല്ല, അനഘയുടെ റൂമിലാണ് നയന കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ഭയങ്കര ടെൻഷനാണ്. അനഘയെ ഉപദ്രവിക്കാൻ അബി ചെല്ലുമ്പോൾ നയനയും ആ കൂടെയുണ്ടല്ലോ. നയനയോട് പല പ്രാവശ്യം ദേവയാനി പറഞ്ഞു, അനഘയുടെ റൂമിൽ കിടക്കണ്ട, നീ കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന്. പക്ഷേ നയനെ അത് സമ്മതിക്കുന്നില്ല. നയന എന്തായാലും അനഘയുടെ റൂമിലേക്ക് കിടക്കോളൂ എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേവയാനിക്കും ഭയങ്കര ടെൻഷനായിട്ട് ഇറങ്ങി വന്ന വഴിയാണ് അജയനും ജലജയും കൂടി സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പോഴേക്കും ദേവയാനി അന്തം വിട്ട് നിൽക്കുക. ഈ കഥയൊന്നും ദേവയാനിക്ക് അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്നെങ്കിലും ഇങ്ങനൊരു കഥ ദേവയാനിക്കറിയില്ല. ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യം ഉണ്ടോ എന്നുള്ള കാര്യവും ദേവയാനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ദേവയാനി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തോ ഭയങ്കരമായ കാര്യമുണ്ട്. ഒരിക്കലും അജയനും ജാനകിയും ഒരിക്കലും ജലജയുടെ ഒപ്പം നിൽക്കാറില്ലാത്തതാ. പക്ഷേ ഇപ്പോൾ അവരൊക്കെ ഒന്നിച്ചു നിൽക്കുന്നു, പഴയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കൂടുതൽ വിവരം നാഗേന്ദ്രനെക്കുറിച്ച് ആദർശ് അന്വേഷിക്കേണ്ടെന്ന് പറയുന്നു. അതുപോലെ അബി പോലും നാഗേന്ദ്രനുമായിട്ട് ചേരുന്നതോ കൂട്ടുകൂടുന്നതോ ജലജയോ അജയനോ ഇഷ്ടപ്പെടുന്നില്ല. അബി എന്തോ വലിയ രഹസ്യം അറിയുന്നു. ആ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജലജ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാന്നോ പറയുന്നത്. അത്രയ്ക്ക് വലിയ രഹസ്യം എന്താ? ചതിയും വഞ്ചനയൊക്കെ ജലജയ്ക്ക് പുത്തരിയൊന്നും അല്ലല്ലോ. പലപ്പോഴും അങ്ങനെ ചതിയും വഞ്ചനയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ മക്കൾക്കും അറിയാം. മാത്രമല്ല അബിയും അത്ര നന്മമരമൊന്നും അല്ല. അവനും ഒരുപാട് ചതിയും വഞ്ചനയും തെറ്റുകളും ഒക്കെ ചെയ്ത് കൂട്ടിയിട്ടുള്ള അവൻ അമ്മയൊരു ചെറിയ തെറ്റ് ചെയ്തെന്ന് വെച്ച് അത്രയ്ക്ക് അമ്മയെ വെറുക്കാനൊന്നും സാധ്യതയില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെന്തോ കാര്യമുണ്ട്. ജലജയ്ക്ക് പുറത്തിറങ്ങി നടക്കാനും ജീവിക്കാനും പറ്റാത്ത കാര്യം. അതിന് കൂട്ടു നിൽക്കുന്നത് ജാനകിയും അജയനും കൂടിയാണെന്നുള്ളത് ഉറപ്പാണ്. ഇതിനെ അച്ഛനോടും അമ്മയോടും ചോദിച്ചാലും അതിനെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയാവോ എന്നറിയില്ല. എന്തായാലും ചോദിക്കണം, ചോദിക്കാതിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നേരെ ദേവയാനി ചെന്ന് ജയനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ജയേട്ടാന്ന് പറഞ്ഞ് വിളിച്ചെണീപ്പിക്കുക. ജയൻ ചോദിക്കുക, എന്താ ദേവയാനി ഈ സമയത്ത് നീ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചേ? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അല്ല, നയനമോൾ അവിടെ അനഘയുടെ മുറിയിൽ കിടക്കാൻ തുടങ്ങിയ പിന്നെ നീ ഉറങ്ങുന്നൊന്നുമില്ലല്ലോ, രാത്രിയിലല്ല ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണല്ലോ, അത്രയ്ക്ക് ടെൻഷനാണേ മോളോട് മാറിക്കിടക്കാൻ നിനക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ നേരെ ചേട്ടാ, ഞാനാണെങ്കിൽ അനഘയുടെ റൂമിൽ കിടക്കണ്ടെന്ന് നയനമോളോട് പറഞ്ഞതാ. പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. നയനമോൾക്ക് അനഘയുടെ മുറിയിൽ കിടക്കണം. കാരണം അനഘയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്നാണ് അവൾ പറയുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസമാണെങ്കിലും ആ ദുഷ്ടൻ അബി മുറിയിൽ ചെന്നെന്നും ആ തക്ക സമയത്ത് നയന ലൈറ്റ് ഇട്ടു, അതുകൊണ്ട് അബി പേടിച്ചു പോയെന്നും പറയുന്നത്. നയനമോൾ പറയുന്നത് അനഘയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവനവിടെ ചെയ്യുന്നതെന്നാണ്. എനിക്ക് ആകെപ്പാടെ പേടിയാ, അവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവളെ കൊല്ലാനോ എന്തെങ്കിലും ശ്രമിച്ചാൽ നയനമോള് ഈ അവസ്ഥയിൽ അവിടെ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക ദേവയാനി. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അടുത്ത ദിവസം നമുക്ക് നയനമോളെ പറഞ്ഞ് മനസ്സിലാക്കാം, അവൾക്ക് പകരം മറ്റേ ആ ചേച്ചിയോ മറ്റാരെങ്കിലും ഒക്കെ കിടത്താമെന്ന് പറയാം. അന്നേരേക്കും ഉടനോടെ ദേവയാനി പറയാണ് ജയനോട്, അത് ചേട്ടാ, ഞാനിപ്പോൾ ഈ രാത്രിയിൽ ഇറങ്ങിയപ്പോൾ ചില ശബ്ദമൊക്കെ കേട്ട് ശ്രദ്ധിച്ചപ്പം അത് ജലജയും അജയനും കൂടിയായിരുന്നു രാത്രിയിൽ സംസാരിക്കുന്നത്. അവർ മാറി നിന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ശ്രദ്ധിച്ചു. കാര്യം അവരങ്ങനെ രഹസ്യങ്ങൾ പറയാറുള്ളതല്ലല്ലോ എന്ന് പറയാം. അപ്പം ജയൻ ചോദിക്കുക, എന്താ അവരിപ്പോൾ ഇത്ര രഹസ്യം ഈ രാത്രിയിൽ പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ജയേട്ടാ, അന്ന് നാഗേന്ദ്രനെ ഇവിടുന്ന് ഇറക്കി വിട്ടതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ വേറെ ഞാനറിയാത്ത രഹസ്യങ്ങളുണ്ടോ? ജയേട്ടൻ എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയാവോ എന്ന് ചോദിക്കുമ്പം ജയൻ പറയുന്നുണ്ടില്ല, അന്ന് നമ്മളെല്ലാവരും അറിഞ്ഞ ആ കാര്യങ്ങൾ അതൊക്കെയായിരുന്നു നാഗേന്ദ്രനെ അച്ഛൻ ഇവിടുന്ന് പുറത്താക്കാനുള്ള കാരണം. വേറെന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ എന്ന് അറിയില്ല. അല്ല, ജലജയുടെ ഭാഗത്ത്. അപ്പം ജയൻ പറയുന്നുണ്ടേ, ജലജയുടെ ഭാഗത്ത് ഇനി എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് അറിയില്ല. അന്ന് ആ ഒരു ചെറിയ കാര്യത്തിന് തന്നെ നാഗേന്ദ്രനെ അവൾ പുറത്താക്കുകയായിരുന്നു ചെയ്തത്. അയാളെ ട്രാപ്പിപ്പെടുത്തിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് നാഗേന്ദ്രൻ പോയപ്പോൾ വിളിച്ചപ്പം ജലജ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ തയ്യാറായില്ല.
പിന്നെ അയാളെ കാണാനോ ഒരു പ്രാവശ്യം പോലും കുട്ടികളെ കാണിക്കാനോ അവൾ തയ്യാറായില്ല. അതുകൊണ്ട് ജലജയുടെ ഭാഗത്ത് എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് എനിക്കും ഒന്ന് സംശയം തോന്നിയതാ. പിന്നെ അവളുടെ സ്വഭാവം വെച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതിരിക്കുന്നതാണല്ലോ ശരിയെന്ന് ഓർത്താ അതിൻ്റെ പുറകെ ഒന്നും ഞാൻ പോകാതിരുന്നത്. അല്ല ജയേട്ടാ, ഇപ്പം അജയനും ജാനകിക്കും കൂടി അതിലൊക്കെ എന്തോ പങ്കുണ്ട്. അവർ 3 പേരും കൂടെ ചേർന്ന് എന്തോ ട്രാപ്പിലാണ് നാഗേന്ദ്രനെ അന്ന് പെടുത്തിയത്. അതെന്താണെന്നാണ് നമുക്കറിയാൻ പാടില്ലാത്തത്. അച്ഛനും അമ്മയ്ക്കും പോലും അതൊന്നും അറിയാൻ പാടില്ല. ഇവർ 3 പേരും കൂടെ നാഗേന്ദ്രനെ ഒഴിവാക്കിയതാ. അതിൻ്റെ പിന്നിൽ എന്തോ വലിയ രഹസ്യമുണ്ട്. ആ രഹസ്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും അഭി നാഗേന്ദ്രനെ കാണുന്നത് ജലജയും അതുപോലെ അജയനും വിലക്കുന്നത്. അതുപോലെ ആദർശും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട എന്ന് എല്ലാവരും പറയുന്നത് എന്ന് പറയുകയാണ് ദേവയാനി. അപ്പോൾ അജയൻ പറയാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കറിയണം. അടുത്ത ദിവസം തന്നെ നമുക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ ആ കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവർ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അബിക്ക് പിന്നെയും ഇങ്ങനെയുള്ള ടെൻഷനാണ്. അനഘയും കുഞ്ഞും കിടക്കുന്നു എന്നുള്ള കാര്യത്തിൽ അബി പോയിട്ട് നേരെ പിന്നെയും റൂമിൽ പോയിരുന്ന് ആലോചിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം നേരം വെളുക്കുക, പിന്നെയും പോയി അച്ഛനെ കാണുവാണ്, നാഗേന്ദ്രനെ, ജലജ അറിയാതെ. എന്നിട്ട് നാഗേന്ദ്രനോട് അബി ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തുകൊണ്ട് അച്ഛനെ ഞാൻ കാണുന്ന അമ്മ ഇങ്ങനെ വിലക്കുന്നത്? ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. ഇളയച്ഛനും അതുപോലെ ദേഷ്യപ്പെടുന്നു. എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടോ? അന്ന് എന്ത് സംഭവമാണ് ഉണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ നാഗേന്ദ്രനും അതങ്ങ് പറയാനൊന്നും തയ്യാറാകുന്നില്ല. നാഗേന്ദ്രൻ പറയാ, എടാ അങ്ങനെയൊന്നും ഇല്ല. ജലജയുടെ സ്വഭാവം നിനക്കറിയാലോ. അവൾക്ക് എന്നോട് ശത്രുതയായിരുന്നു. അവൾ എന്നെ ചതിച്ചാണ് അന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് തന്നെ അവൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തതാണെന്ന് പറയുകയാണ്. അപ്പോൾ അവ വീണ്ടും പറയാണ്, ആ അനഘയും കുഞ്ഞും അവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാച്ചാൽ. നമ്മൾ അതിനെ ഒഴിവാക്കാൻ ഒരുപാട് പണികളൊക്കെ നോക്കി. ഇനിയിപ്പോൾ എനിക്ക് ഒറ്റ മാർഗ്ഗമുള്ളൂ, ആരെങ്കിലും ഇല്ലാത്ത സമയത്ത് പോയി അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുക എന്നുള്ളത്. അത് ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ അഭി പറയുക. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അയ്യോ അഭി മോനെ, നീ അതൊന്നും ചെയ്യല്ലേ കേട്ടോ. അങ്ങനെയുള്ള അവിവേകമൊന്നും കാണിക്കരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നീ പിടിക്കപ്പെട്ടാൽ പിന്നെ അകത്ത് കിടക്കുള്ളൂ. നിനക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നീ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാൻ സൂക്ഷിച്ചും കണ്ടും തന്നെയാണ് ചെയ്യുന്ന അച്ഛാ. ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചാലും അത് ആദർശ് ചെയ്തതാണെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ വരുത്തി വയ്ക്കും. കാരണം ആദർശം നയനെയാണ് അവരെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നങ്ങ് പറഞ്ഞ് പരത്തും. അവൻ്റെ കൊച്ചാണ് ചന്തുമോളെന്നല്ലേ പുറത്തല്ല അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനഘ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയത്, ഞാനങ്ങ് പറഞ്ഞു പരത്തും എന്ന് അഭി പറഞ്ഞിട്ട് പോവാം. നാഗേന്ദ്രൻ അറിയാം ഇവനെന്തെങ്കിലും കുടുക്കി ചെന്ന് ചാടുമെന്നൊക്കെ. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും അഭി ഇങ്ങനെ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണുക. അപ്പം നവ്യയ്ക്ക് ഒരു സംശയം തോന്നുക, ഇനി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാനുള്ള പണിയാണോ എന്ന്. അതേസമയം നയനയോട് പറയുന്നുണ്ട് ജയനും അതുപോലെ ദേവയാനിയും കൂടെ പറയാം, നയനമോള് അനഘയുടെ കൂടെ കിടക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതെന്താ അമ്മേ അങ്ങനെ പറയുന്നത്? അനഘയുടെ സുരക്ഷിതത്വം നോക്കേണ്ട എൻ്റെയും കൂടെ ഉത്തരവാദിത്തം അല്ലേ എന്ന് പറയാം. അപ്പം ജയൻ പറയുന്നുണ്ട്, അത് മോളെ ശരിയാണ്, പക്ഷെ നിൻ്റെ അമ്മയുടെ ആരോഗ്യം അതനുസരിച്ച് നശിച്ചുകൊണ്ടിരിക്കുക. നിൻ്റെ അമ്മയ്ക്ക് ഉറക്കമില്ല, രാത്രി മുഴുവൻ റൂമിന് വെളിയിലൂടെ ഇറങ്ങി നടക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ആ അബി എന്ന് പറയുന്ന ദുഷ്ടൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്ന് പറയാം. പറയുമ്പോഴേക്കും നയന സമ്മതിക്കുകയാണ്, ശരി അമ്മ, എന്നാൽ ഇന്നോട്ട് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ആ കാര്യങ്ങളൊക്കെ അബി അവിടെ റൂമിൽ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ ചേച്ചിയോട് കൂടുതലായിട്ട് പറയാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നവ്യയോട് ചെന്ന് പറയുന്നുണ്ട് നയന. അപ്പം നവ്യ പറയുന്നുണ്ട്, നീ ഒന്നും പേടിക്കേണ്ട, അനഘ അവനെ ഉപദ്രവിക്കാൻ വരില്ല, ഞാൻ ഏത് സമയം അവനെ ശ്രദ്ധിച്ചോളാം എന്ന് പറയാം. അങ്ങനെ രാത്രിയിൽ അബി കിടക്കാൻ വരുമ്പോൾ തന്നെ ഒരു കത്തിയൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത് നവ്യ ശ്രദ്ധിക്കുന്നുണ്ട്. നവ്യ ഇത് കണ്ട ഭാവം വയ്ക്കുന്നില്ല. അപ്പം നവ്യക്ക് തോന്നുകയാണ് അനഘയെ ഉപദ്രവിക്കാനുള്ള പ്ലാനുണ്ട് ഇവന് എന്ന് വിചാരിച്ചിട്ട് നവ്യ ഉറങ്ങാതെ തന്നെ കിടക്കുക. അങ്ങനെ ഒരു 12 മണിക്കൊക്കെ ശേഷം നവ്യ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്താണ് അബി. എന്നിട്ട് നവ്യ പോലും അറിയാതെ ചെന്ന് വാതിൽ തുറന്ന് അകത്ത് കയറണം. വാതിൽ ഏതായാലും ലോക്ക് ചെയ്യില്ല എന്നറിയാം. അങ്ങനെ അകത്ത് കയറിയിട്ട് കൊല്ലാം എന്നുള്ള പ്ലാനാണ് കേട്ടോ. അങ്ങനെ ഈ കത്തിയെടുത്ത് ഇവൻ വയ്ക്കുകയാണ്, ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ വയ്ക്കുകയാണ്. നവ്യ അപ്പം ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുക, ഇരുട്ടിൻ്റെ മറവിൽ ഇവൻ പോവുകയാണല്ലോ എന്നോർത്ത്. അങ്ങനെ അബി അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ നവ്യ ആലോചിക്കുന്നുണ്ട്, ഇവനായിട്ടോ ഒരു ഇരുട്ടടി ഞാൻ തന്നെ ഇന്ന് കൊടുക്കും, ആളറിയാതെ ചെയ്തതാണെന്ന് അങ്ങ് പറഞ്ഞ് പരത്തും. കാരണം ഇവൻ ഇനി അടിയുടെ കുറവുണ്ട്, ഇനി ഇവൻ ആ നവ്യ അനഘയെ ഉപദ്രവിക്കാൻ വേണ്ടി പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു മുണ്ടൻവാടി എടുക്കുക, വലിയൊരു വടി കയ്യിലെടുത്ത് പുറകെ പിടിച്ച് നബിയെ പമ്മി അബിയുടെ പുറകെ അങ്ങ് പോവാണേ. അബിയാണെ ചെന്ന് ഡോറ് തോർക്കുക, കത്തി കയ്യിലെടുക്കുക. എന്നിട്ട് അനഘ ഇങ്ങനെ ഉണർന്ന് കിടക്കുക. അനഘയ്ക്ക് കാണാം അബി വരുന്നത്, പക്ഷേ അനഘയ്ക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. അതിനു മുമ്പ് ഇങ്ങനെ ഇവൻ കയറുവാണ് മുറിക്കകത്തേക്ക്. ഇത് കത്തി ഇങ്ങനെ എടുത്തിട്ട് അനഘയുടെ അടുത്തേക്ക് ചെല്ലുക കുത്താൻ വേണ്ടി. പെട്ടെന്ന് നമ്മുടെ നവ്യ പുറകെ വന്ന് ആ വടി വെച്ച് തലക്കെട്ട് ഒരെണ്ണ അങ്ങ് കൊടുക്കുകയാണ്. താഴെ വീഴുക. അന്നേരം നവ്യ എഴുന്നേക്കടാ എന്ന് പറഞ്ഞ് ലൈറ്റ് ഇടുമ്പോഴേക്കും അബി. അപ്പോൾ അബി, എടീ നീ ആണോടി എന്നെ തല്ലിയത്, നീ എന്തിനാടി എന്നെ തല്ലിയെന്ന് ചോദിക്കുക.
അപ്പം നവി പറയും, അയ്യോ നീ ആയിരുന്നോടാ, ആരെങ്കിലും ഒച്ച കേട്ടിട്ട് ഓടി വരുമോയെന്ന് അറിയില്ല, നീയാണെന്ന് വെച്ചല്ല ഞാനത് ചെയ്തത്, വേറെ ആരാണ്ടാണെന്നാണ് വിചാരിച്ചത്, ആദർശനാണോന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു, ഇവളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് അതിനല്ലേ, കൊല്ലാൻ വേണ്ടിയിട്ട്, അങ്ങേര് രാത്രി പതുങ്ങി വന്ന് ഇവളെ കൊല്ലാൻ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തലയ്ക്ക് അടിച്ചിട്ടത്, എല്ലാവരും കാണട്ടെ എന്ന് വെച്ച്. ഇഹോ നീ മണ്ടത്തരം കാണിക്കാവോ അബി, നിനക്ക് ഇത്രയൊക്കെ എന്നോട് പറയണ്ടായിരുന്നു, ഇതൊക്കെ ഒരു വാക്ക് എന്നോട് പറയണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, എന്നിട്ട് നീ പറയാതെ വന്നില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും ഓടി വരും. അപ്പോൾ അബിയുടെ നെറ്റി പൂട്ടി ചോര ഒഴുകുക കേട്ടോ, നെറ്റിയിൽ ഒരു വലിയ മുറിവും. അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു എല്ലാവരും വരുമ്പം അത്തേക്ക് മുത്തശ്ശൻ പറയാം, എടാ നീ അപ്പം അനഘയെ ഉപദ്രവിക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നതാണല്ലേ എന്ന് ചോദിക്കുക. ഏയ് ഞാൻ വെറുതെ നോക്കാൻ വന്ന, ഇവളെന്നെ തെറ്റിദ്ധരിച്ച് അടിച്ചതാണെന്നൊക്കെ പറയുക കേട്ടോ. അങ്ങനെ ഉരുണ്ട് കളിക്കുക. എന്തായാലും അബിക്ക് തലയ്ക്ക് നല്ലൊരു അടി കിട്ടി, തല പൊട്ടുന്നുണ്ട്, പിന്നെ ഇനി തല വെച്ച് കെട്ടിക്കൊണ്ടൊക്കെ അബി നടക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഉഗ്രം പണി ജലജയ്ക്കും അബിക്കും ഇനി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അടിപൊളി വിശേഷങ്ങളാണ് വരാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്